ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്. നാടൻ കോഴി പെരട്ട് അല്ലേ? അതെ അതെ, നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രോയിലർ കോഴിയൊന്നും അല്ല, വീട്ടിൽ ഓടിക്കളിക്കുന്ന കോഴി ഉണ്ടല്ലോ, അതിനെ പിടിച്ച് വെട്ടുന്ന വേറൊരു സുഖമായിട്ടോ നമ്മുടെ. അതെ അതെ, കോഴി ഇപ്പൊ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇത് മരിച്ചിട്ടില്ല, ഉറങ്ങുവാട്ടോ, ഇപ്പൊ റെസ്റ്റില്ല. തീയെടുത്ത ഓടാകും. ഇത് നമ്മളെ വീട്ടിൽ ഓടിക്കളിച്ചതല്ല, ആറയോ വീട്ടിൽ ഓടിക്കളിച്ച കോഴിയാണ്. ഒരു 3 കോഴി അച്ഛൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടല്ലേ, ആദ്യം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിന്റെ തൂവലൊക്കെ ഇങ്ങനെ ചതറി എടുത്ത് കളഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവച്ചേക്കാണ്. അപ്പം 3 കോഴി ഉണ്ടല്ലേ. ഇത് ആൺകോഴിയാണോ പെൺകോഴിയാണോ? പെൺകോഴി. പെട. ഇവരിവിടെ വന്നിട്ടൊരു 3-4 ദിവസമായി. സമയം കിട്ടിയില്ല, പിന്നെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു, മഴ അങ്ങനെ സെറ്റപ്പ് ആയിട്ട്. അച്ഛൻ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അച്ഛൻ ഉസൈൻ ബോൾട്ടാണ്, എന്നും ഓട്ടം. ഇതിന്റെ അകത്ത് മുട്ട കാണും, ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. മുട്ട ഇട്ടോണ്ടിരുന്ന പൊളിച്ചു നോക്കുമ്പോ അറിയാല്ലേ. മുട്ട എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലേ അവര് പിടിച്ച് കൊടുത്തു തുടങ്ങിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്തിനാണ്? വക്കണം. അതെ, വക്കെന്ന് പറഞ്ഞാൽ ചുട്ടെടുക്കണം. ചുട്ടെടുക്കണം. അതായത് മറ്റേ ചൂട്ടിനകത്ത് കാണിച്ചിട്ട് ഇതിന്റെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കരിച്ചു കളഞ്ഞിട്ട് ചിരണ്ടണം. ആപ്പിക്ക് കളിക്കുള്ള കളിപ്പാട്ട് വരുന്നുണ്ടോ? കളിപ്പാട്ടൊക്കെ പോയി. അല്ലെങ്കിലേ രോമല്ല നമ്മള് കരിയില്ല. ഇതിന് വൃത്തിയാക്കി എടുക്കുക. അതിന്റെ രോമമൊക്കെ ഇല്ലേ, അതൊക്കെ ചിരണ്ട് വേണ്ട കണക്ക് അങ്ങ് പോവും. മഞ്ഞൾ വെച്ച് കുളിപ്പിക്കാം. ഹൽദി, കോഴിയുടെ ഹൽദി. ഹൽദി മഞ്ഞളും ഉപ്പും, മഞ്ഞപ്പൊടി ഉപ്പും. ഏയ് വിളി, നീ കൂവത്തില്ലേ രാവിലെ? പച്ച കൂവ വേണോ തേക്കേ? എനിക്കിതൊക്കെ ഹറാമാ. ഇങ്ങനെ പറ്റൂ, ഇങ്ങനെ അല്ലേ? നിന്നെ പോലെ ഞങ്ങളും പാവങ്ങളാ. അമ്മ പെടിക്കൂറ് മാനിക്കൂറൊക്കെ ചെയ്ത് കോഴിയെ. ഇനി ഇത് വെട്ടണ്ടേ? ഇനി വെട്ടാം. ഇനി നമുക്ക് വെട്ടി സൈസാക്കാം. അറവുകാരനല്ലേ പറയുന്ന? കറവുകാരനല്ലേ? കശാപ്പർ. നമ്മള് മസാലയൊക്കെ കല്ലി അരച്ചാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് മിക്സി ഒന്നും എടുക്കുന്നില്ല, എല്ലാം അരച്ച് റെഡിയാക്കി അല്ലേ? ഇത് ഞാൻ പറഞ്ഞത് അരച്ചെടുക്കണോന്ന്. അരച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ അരയ്ക്കാം, ഞാൻ അരച്ചുതരാം. ഞാൻ അരയ്ക്കാം. നിങ്ങൾ ഇത്രയും ചെയ്തില്ല, ഇത് ഞാൻ അരച്ചുതരാം. കൈ വെച്ചാലല്ല, ഈ ഉരലിട്ടല്ലേ അരയ്ക്കുന്നത്. നമ്മള് മുളകൊന്നും അരയ്ക്കാതിരിക്കുമ്പോ ഭയങ്കര പുകച്ചില്ല. അന്ന് അരയ്ക്കുന്നില്ല പോരെ? നീ അരച്ചോ? അല്ല, അരയ്ക്കുന്നില്ല. അരച്ചോ? ഒരു സഹായം ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോ പിന്നെ അതും വേണ്ട. ഇത് വറുത്ത മുളകല്ലേ അമ്മ? അതുകൊണ്ട് ഇട്ടെ. അത് പിന്നെ ആദ്യം ഇയാൾ ഇത് അരയടേ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ നിരത്തി ഇടാം. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. 1 കിലോ ഞാൻ പോയി മേടിച്ചോണ്ട് വന്നു. കാപ്പിയുണ്ട്. ഇനി ഒത്തിരി അലച്ചാ മുളക് അരച്ച് വായി തെച്ച് തരും. തറയിൽ പോവല്ലേ? തറയിൽ പോയ ഫസ്റ്റ് ഇങ്ങനെ ഉരുട്ടണം. എന്നിട്ട് ഇങ്ങനെ ഇടിക്കാം. കുണ്ടിയെ കുലുകുന്നോള്. ഒരു കാര്യം ചെയ്യും, വെള്ളം ഒഴിക്കും. അച്ഛന്റെ കൂട് അരിക്കൂ. ബാക്കി അച്ഛൻ അരിക്കട്ടെ, ഞാൻ കൊറേ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനി അച്ഛൻ. ഇഷ്ടപ്പെട്ട് അരച്ചില്ലേ? കണ്ടേ? പിന്നെ വെള്ളം ഒഴിച്ചു തരാം. ഇത് മുളക് അത് കണക്ക് കിടക്കുന്നുണ്ടോ? അത് ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് പാടാ. ഇത് അരയ്ക്കുന്ന നോക്കിയാൽ മതി. കൈ മാത്രമല്ല, സെറ്റോടെയാണ് അനങ്ങുന്നത്. കുട്ടപ്പൊമ്മ. റെഡിയായി. മഞ്ഞപ്പൊടി നമുക്ക് മാരിനേറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാൻ. ഉസ്പ്. എത്ര ടേബിൾ സ്പൂൺ ഉസ്പ്? 1 ടേബിൾ
സേസമ സോപ്പ് അല്ലേ? അതെ, നമ്മൾ സേസമ സോപ്പ് ഇട്ടു. ഇനി എന്താണ്? ഇനി നമ്മള് അരച്ച മുളകച്ചാണ്ട് കല്ലിൽ അരച്ച് ഉരുട്ടിയ മുളക്, കല്ലിൽ അരച്ച് ഉരുട്ടിയ മസാല, മുളക് അരച്ച ആ കല്ലി അരച്ചെടുക്കുക, മസാല ഇട്ടു. ഇനി എന്താണ്? ഇനി ഇനി ഇതെല്ലാം കൂടെ മിക്സ്ഡ്. മസാലയുടെ ഒക്കെ ഒരു പക്ഷെ ടേസ്റ്റ് ഇതാ. അപ്പൊ ഇങ്ങനെ വെച്ചാൽ മതി. ബീഫൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വറുത്തരച്ചൊന്ന് വെക്കണം. നാളെ ബീഫ് മേടിക്കാം. എന്തിരി അരയ്ക്കാൻ എനിക്ക് അരയ്ക്കുന്നതിന് മടിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ മതി. പണ്ട് നമ്മള് കല്ലി വെച്ച് അരച്ച്, സത്യം പറഞ്ഞ അരി വരെ ഈ അമ്മിക്കല്ലി വെച്ച് അരച്ച്. അരി എന്തിനാ അരയ്ക്കുന്ന? രാവിലെ ദോശ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ ആട്ടുകല്ലില്ലായിരുന്നു. നമ്മളിവിടെ വന്ന് താമസമായപ്പോ ഈ അരകല്ല് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അരി വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ രാത്രി ഇത് അരച്ച് അങ്ങനെ വരെ ചുട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളു. എനിക്കറിയത്തില്ലല്ലോ, നമുക്ക് ബൂക്കാനല്ലേ അറിയാവൂ. ഇപ്പോഴും അതെ, ബൂക്ക അറിയാം നന്നായിട്ട്. നമ്മളാ മറ്റേ ഇതിനകത്തല്ലേ വെക്കുന്ന ഒന്നും കൂടെ കവിഴ്ത്തണം. എന്തിനാ? അത് അച്ഛനടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-25 മിനിറ്റ് അടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തീയൊക്കെ സെറ്റ് ചെയ്യാം. തുടങ്ങിയാലോ? ഓക്കെ, തകർക്കും. ഇപ്പൊ മഴക്കോളൊക്കെ പോയിട്ടോ, നല്ല വെയിൽ വന്നു. ഹായ് സൂര്യ. നീ പറയാതെ ഞാൻ തുടങ്ങണോ? മംഗളകരമായിട്ട് വേണമെങ്കിൽ. മംഗളകരം പട്ടി എടുത്തിട്ട് പോവോ എന്തോ. ഇറച്ചി എന്തി? ഇറച്ചി എങ്ങനെ ഇരിക്കുന്നത്? എടുത്തിട്ട് അത് ഇത് പിടിച്ചാണ് നമ്മുടെ ചിക്കൻ. ഓടിയാ കൂടെ ഓടും നമ്മുടെ ചിക്കൻ. എടാ പോടാ. ഓഹോ, വെളിച്ചെണ്ണ. കുറച്ച് തേങ്ങാക്കൊത്ത് ഇടാം. ഇത് വറുത്ത് കോരുമല്ലേ? ഇനി എന്ത് വിടുന്ന? ഉലുവ, കടു, കേട്ടോ. സവോളയല്ലല്ലോ, കൊച്ചുള്ളി. അത് കൊച്ചുള്ളി. കൊച്ചുള്ളി. സവാള. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. ഒരു 2 പിടി ഉപ്പ്. ഇത്ര ഇടാല്ലേ? ഇത് അത്ര ഉപ്പിട്ടെ. കുറച്ച് വെളുത്തുള്ളി കേട്ടോ. പച്ചമുളക് കൂടി ഇടാം. ഹൗ മെനി തക്കാളീസ് ഉണ്ട്? ഇത് 2 തക്കാളീസ്. ചെറിയ പുളിക്ക് വേണ്ടിയാ. നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാട്ടോ. അവിടെ എന്തൊക്കെ ഇടുന്നു ചെല്ല്. അവിടെ ഇടുന്നു. എന്തിനാ ഇടുന്ന? മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ല, മണമുള്ള പച്ചമുളകും. വറുത്ത മുളക് പൊടി. ഇത് മല്ലിപ്പൊടിയാണ്. നമ്മളതേ അരച്ചിട്ടുണ്ട്, എന്നാലും ഉള്ളിക്കകത്തേ പിടിക്കട്ടെ മസാല. കുരുമുളക് കേട്ടോ, കുറച്ച് കുരുമുളക്. ആ ചിക്കൻ്റെ മസാല സൂപ്പറാണ് കേട്ടോ. നമ്മൾ കല്ലി അരച്ചും കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ്. അടിപൊളി. നമുക്ക് അതിലോട്ട് ചൂടുവെള്ളമല്ലേ അമ്മ? തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. എന്നാലും വേവുണ്ട്. നാടൻ കോഴിക്ക് നല്ല വേവുണ്ട്. അതുകൊണ്ട് കുറച്ച് നല്ല വെള്ളം വേണം കേട്ടോ. ഇനി ഇത് നല്ല വറ്റി പെരണ്ട് വരണം കേട്ടോ. അതുവരെ ഇട്ട് ഇളക്കി സെറ്റ് ആക്കണം. ഓക്കെ, ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. ഒരു മണിക്കൂർ വേണ്ട വെച്ചാൽ ഒന്ന് കുക്കായി വരാൻ. 1 മണിക്ക് നാടനാ, അതുകൊണ്ട് ഇച്ചിരി വേഗം സമയം എടുക്കും. നമുക്കിനി അരിപ്പൊടി മേടിച്ചോണ്ട് വരാം കേട്ടോ. മമ്മി ഓടിക്കും. കോളേജിൽ പോകാൻ കൊണ്ടാക്കാനായിട്ട് രാവിലെ അമ്മയായിരുന്നു കൊണ്ടുപോകണം. ഇങ്ങനെ ഇരുന്നിട്ടില്ല. നേരെ ഓടിക്കാറൊക്കെ അറിയാവോ കേട്ടോ. ഓട്ടെ. ആ ഗേറ്റ് ഇത്രയും സ്ഥലം പോരാ കേട്ടോ. ഇത്ര സ്ഥലം പോരെ? അതോറ അരിപ്പൊടി മേടിച്ചിട്ട് വരാം. നേരെ പോയി തിരിച്ചു വരുവാണേ. പോട്ടോ. അമ്മ അധികം ഒത്തിരി ദൂരം ഒന്നും പോകത്തില്ലല്ലേ? ഞാൻ 5-ലൊക്കെ പോകും, എന്റെ വീട്ടിലൊക്കെ പോകില്ലേ? അമ്മയുടെ വീട്ടിലൊക്കെ പോകും കേട്ടോ. 5 വരെയൊക്കെ പോകത്തുള്ളൂ ഈ വണ്ടി. അത് കഴിഞ്ഞ് ഒത്തിരി നമ്മൾ പോകത്തില്ല. പോയിട്ടില്ല. നമുക്ക് ഒരു ദിവസം ട്രിവാൻഡ്രം പോവാം.
പോവാം. ആ അമ്മ ഓടിക്കും. ആ ഇപ്പൊ പഴയനെ കട്ടിയൊക്കെ അമ്മ മാറി കേട്ടോ, നിങ്ങളൊക്കെ ഓടിക്കൊക്കെ ചെയ്യുന്നു. ബാലസക്കായി എന്തൊക്കെ ഓടിക്കണം? ഓ പട്ടി പട്ടി. മുട്ടോടി മാത്രം പോരെ? മുട്ടോടി മാത്രം മതിയാ? എവിടുന്ന് ഓടിക്കുന്ന ഈ ലോറിയൊക്കെ വരുന്നത്? സൈഡ് സൈഡ് സൈഡ്. എനിക്ക് പേടിയാവണമ്മ, റോഡിന്റെ നടുക്കോട്ട് നിർത്തിയാ. കൈതച്ചക്കാൻ മേടിച്ചു ചേട്ടാ, 2 കൈത. വേണ്ട അമ്മ പിടിച്ചാ മതി. അങ്ങോട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. നമ്മൾ 2 കൈതച്ചക്കൊക്കെ മേടിച്ചാട്ടോ. പഴം തന്നു, ചുമ്മാ തന്നില്ലേ? വണ്ടി ഓടിക്കുമ്പോ മോന്ത എങ്ങനെ ഇരിക്കും നോക്കട്ടെ. ആ പ്രസന്നത ഉണ്ടല്ലേ, എപ്പോഴേക്കാണ് പോന്ന. ആ കൊള്ളാം കൊള്ളാം. എല്ലാരും പേടിച്ചിരിക്കുന്ന വഴിയിൽ അമ്മ വരുന്നുണ്ടോണ്ട്. നമുക്കൊരു ഓൾ ഇന്ത്യ പോയാലോ മമ്മി? മമ്മി ഓടിക്കണം, ഞാൻ ഇതുപോലെ ബാക്കിയിരിക്കും, സഞ്ചിയും തോക്കണ സഞ്ചിയൊക്കെ ആയിട്ട്. ബുള്ളറ്റിൽ പോയാലോ? ബുള്ളറ്റിൽ എത്തുവോ കാല്? പാടാ, വെയിറ്റ് എന്റെ കയ്യിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. എത്തി എത്തി തിരുമ്പി വന്നിട്ടേ. അയ്യോ അയ്യോ പോയില്ലേ, പേടിച്ചു പോയി. അച്ഛനിരിക്കുന്നില്ലല്ലേ അമ്മ ഇവിടെ? ഇല്ല കുഴപ്പമൊന്നുമില്ല, അമ്മ ഓടിക്കും. അല്ല വണ്ടി ബാക്കി വരുന്നുണ്ടോ തിരിഞ്ഞു. ചിക്കനൊക്കെ പെരണ്ട് വന്നിട്ടുണ്ട്, നോക്കൂ. നല്ല കറുത്ത കളറി ആയിട്ടുണ്ട് കേട്ടോ, തിക്ക് സാധനമാണ്, അടിപൊളിയായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി നേരമായിട്ട് വേവിച്ചല്ലേ? നല്ല വേവുണ്ട്. ഇനി എന്തൊക്കെ ഇടുന്ന? ഇനി തേങ്ങ വറുത്ത് വെച്ചിരുന്നില്ലേ, അതും നല്ലല്ലേ? അടിപൊളി. കുറച്ചൊന്ന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പെരട്ടി കിടക്കാം. അടിപൊളി. അച്ഛനായിരുന്നു പണി, ഇളക്കോളിളക്കായിരുന്നു. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, കളർ നോക്കൂ, നല്ല വറ്റി വരണ്ട് അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. നല്ല തിക്ക് തിക്ക് സാധനം. പൊന്നീരി വെച്ച് ചോറ് വെച്ചു, പിന്നെ ചെമ്പാവരി പുട്ടും ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ നിർബന്ധപ്രകാരം പുട്ട്. എനിക്ക് താല്പര്യം ഇല്ല വലിയ, എന്നാലും ചിക്കൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും തോന്നുന്നു. നോക്കാം, കഴിക്കാം ഗൈസ്. നല്ല വിശപ്പെട്ടോ. നമ്മൾ വേണ്ട ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടിട്ട് കേട്ടോ. നിരത്തി അങ്ങോട്ട് തട്ടാ ചോറ്. സൂപ്പർ വേണം, സ്കിന്നുള്ള പീസ് എടുത്തില്ല. സൂപ്പറല്ലേ? ഓക്കെ, പീസ് മസാല ഉണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മൾ ആദ്യം മുളക് അരച്ച മസാല ഇല്ല, അത് അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നമ്മൾ കിടക്കാം. ഒരു പീസ് കൂടെ എടുത്ത് വയ്ക്കാം, തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് സ്കിന്ന് കൂടെ വയ്ക്കാം, കുഴച്ച്. ചെമ്പാവരി പുട്ടും നാടൻ കോഴി. ഈ പുട്ട് ഇഷ്ടപ്പെട്ട പുട്ടോ? അതിൽ പുട്ട് ടേസ്റ്റ് ചെയ്തോളാം. എനിക്ക് ചോറ് ഇഷ്ടപ്പെട്ട. അരപ്പിനതേ എരി കുറവാ, എരിയില്ല, ഇത്രയും കളർ ഉണ്ടെങ്കിലും ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കറി വെക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ വെക്കുന്ന ടേസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു നാടൻ കോഴി പെരട്ടൊക്കെ? എന്തായാലും കിടിലായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും കുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഇത് പെട്ടെന്നൊന്നും റെഡിയാക്കി എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. കുറേ പണി ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ലോണം ജോലി എടുത്തു. താങ്ക് യു സോ മച്ച്. ഞാനും ജോലി എടുത്തു, ഞാൻ കൂടെ നടന്ന് ജോലി എടുത്തു. ഞാനും ഹാപ്പി. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇത് സാധനം ഉണ്ടാക്കി നോക്കാം.
നാടൻ പെരട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആണെന്നൊരു ബൈ.